പത്തനംതിട്ട നഗരപ്രദേശത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. നഗരസഭയുടെ വല്യന്തി സ്വദേശിയായ മാത്യുവിന്റെ കൃഷിയിടത്തിലെ കപ്പയും ചേമ്പും അടങ്ങുന്ന കൃഷികളാണ് കാട്ടുപന്നികൾ കൂട്ടമായെത്തി വ്യാപകമായി നശിപ്പിച്ചത്. കാട്ടുപന്നി ശല്യം തടയാൻ നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പത്തനംതിട്ട നഗരസഭ പ്രദേശത്തെ വല്യന്തിയിലെ മാത്യുവിന്റെ കൃഷിയിടത്തിലെ കപ്പയും ചേനയും കാച്ചിലുമെല്ലാം കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത്. പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിലെത്തുന്ന കാട്ടുപന്നികളെ തുരത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ. ഒരു 10-25 മൂട് കപ്പ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ എത്ര ബന്ധസ്ഥായിട്ട് ഇത് കെട്ടി വെച്ചെന്ന് പറഞ്ഞാൽ ഇത് ഏതിലേലും ഞൊളഞ്ഞ് കയറും എന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് എന്താ പറയുക, ഇതിനകത്ത് അതുമാതിരി നമുക്ക് പ്രയോജനങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിത് വസ്തു വെറുതെ കാട് പിടിച്ച് കളയണ്ടെന്ന് വിചാരിച്ച് നമ്മളിത് എന്തെങ്കിലും അങ്ങ് ചെയ്യും, ആഗ്രഹത്തിന് പേരിൽ അങ്ങ് ചെയ്യുവാണ്. വിളവെടുക്കാൻ പാകമായ കൃഷികളാണ് കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത്. കൃഷിയിടങ്ങളിൽ സംരക്ഷണ വേലിയുണ്ടെങ്കിലും അതെല്ലാം പന്നിക്കൂട്ടം തകർക്കുന്നു. കാട്ടുപന്നി ശല്യം തടയാൻ നഗരസഭയും അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ആക്ഷേപം. രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ബന്ധപ്പെട്ട സർക്കാരുകൾ ഇക്കാര്യത്തിൽ നിസ്സംഗതയിലാണ്. അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ കർഷകരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ്. ഇവിടെ കർഷകർക്ക് സംരക്ഷണം ലഭിക്കുകയും അതേപോലെ തന്നെ മരണപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുകയും ചികിത്സാ സഹായവും ലഭിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനം അതിനകത്ത് ഇടപെട്ട് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കാർഷിക കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകരും പ്രദേശത്തുണ്ട്. കാട്ടുപന്നി ശല്യത്തിൽ കൃഷി നശിച്ച പല കർഷകരും കടക്കെണിയിലായി. നഗരസഭാ പ്രദേശങ്ങളായ വല്യന്തി, നാരങ്ങാനം, മൈലപ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട.